Good morning, everyone. A warm welcome to Skill Sprint session number 50. Skill Sprint is all about learning one powerful skill at a time, something practical, meaningful, and easy to apply in our daily lives. Today's session is the final stop of our 2025 Skill Sprint journey. It is my privilege to introduce our trainer for today. She joined the JCI movement as a junior JC and has since been a strong contributor to our movement. She was the winner of the JCI India Public Speaking Championship at NatCon in the year 2022, became a national trainer in 2023, and was the second runner-up in the iconic Trainers Contest of JCI India in the year 2023. She has served as faculty for several residential training programs for students, including Jasmine and JJ Academy. Representing JCI Kottayam Yuva, she served as Zone Vice President in 2023 and as Zone Director Training for Zone 22 in 2024. Postgraduate in Law, she currently practices as an advocate at the Honorable High Court of Kerala. Please join me in welcoming JCI Center Advocate Ashwathi Roy, lead today's Skill Sprint session. Welcome, ma'am. The session is all yours. Thank you so much for the very, very warm introduction. Today is the 50th session. 50th session ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. And as we're about to begin, usually I do this at the end of the session. പക്ഷേ I know it is NatCon right after Christmas. ആ ഒരു ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞ് January 1st ആ ഒരു ഇടയ്ക്കത്തെ ഒരു വോയിഡ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പീരിയഡ് where you just rest, you just enjoy, lay back. ആ ഒരു സമയത്താണ് ഈ ഒരു സെഷൻ വന്നിരിക്കുന്നത്. സോ ഐ നോ അതിന്റെ ഒരു വിമുഖത ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ബീങ് ഗിവൺ ദിസ് ഓപ്പർച്യൂണിറ്റി ബിക്കോസ് ഐ നോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഇസ് ടു JCI Triprayar and Zone 20. പ്രസിഡന്റ് എന്നോട് പറയായിരുന്നു അടുത്ത വർഷം Zone 20 ഏറ്റെടുത്ത ഒരു പ്രോഗ്രാം ആണ് ഇതെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. And all the best and kudos to the team, because I know 50 session etika nu parna the kind of consistency that is required. So kudos to that. So let's begin the session. I will share my screen. ഞാൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. Give me a minute. So ഒരു വലിയ ടോപ്പിക് തന്നെയാണ്. ഞാനും പ്രസന്റ് സാറും ഇടയ്ക്കൊന്ന് ആലോചിച്ചു ടോപ്പിക്കിനെ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്യണമെന്നൊക്കെ. പക്ഷെ എങ്കിലും we decided, yeah, this is the one line that conveys what this training is all about. ഈ ട്രെയിനിങ്ങിന്റെ മൊത്തം കാര്യങ്ങളും ഈ ഒരു ലൈനിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ വെക്കണം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഒരു ട്രെയിനിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഐ വാണ്ട് ഓൾ ഓഫ് യു ടു ഡു ദിസ്. ഈ ഇപ്പൊ ദ ഹെറിറ്റേജ് ബ്ലൂ പ്രിന്റ്, ബിൽഡിംഗ് എ ലെഗസി ഫ്രം യുവർ ബിലീഫ്സ്, കുറെ വാക്കുകളുണ്ടല്ലേ സ്ക്രീനിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ in the comment box? Which is the most important word in the title? നമ്മുടെ ഈ ട്രെയിനിങ് ടൈറ്റിലിൽ ഏറ്റവും പ്രധാനമായ വാക്ക് ഏതായിരിക്കും? It can be wrong, no problem. Belief, legacy. Okay, wonderful. Any more answers? Heritage, blueprint. Okay, wonderful. പല പല ആൻസേഴ്സ് ആണ്. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ച് ലെഗസി എന്ന് പറയുന്നവരുണ്ട്, ഹെറിറ്റേജ് എന്ന് പറയുന്നവരുണ്ട്, ബിലീഫ് എന്ന് പറയുന്നവരുണ്ട്. ഒരു ആൻസറും തെറ്റല്ല. പക്ഷെ എങ്കിൽ പോലും I would say belief is the most important in the title. കാരണം ബാക്കി ലെഗസിയും ഹെറിറ്റേജും ഒക്കെ സെക്കൻഡറി ആണ്, രണ്ടാമത് വരുന്ന കാര്യങ്ങളാണ്. തുടങ്ങുന്നത് ബിലീഫിലൂടെയാണ്. ഓക്കെ, സോ വിൽ സീ ദാറ്റ് ഇൻ ദി അപ്കമിങ് സെഷൻ. എന്താണ് ഈ ബിലീഫിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നൊക്കെ വിൽ സീ ഇൻ ദി അപ്കമിങ് സെഷൻ. പക്ഷെ ആദ്യമായിട്ട് ഇതിലെ ചില വാക്കുകൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന വാക്കുകളല്ല. സോ ഐ വാണ്ട് യു ഓൾ ടു ടെൽ മീ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദീസ് വേർഡ്സ്. ഞാൻ ആ വേർഡ്സ് ഷെയർ ചെയ്യാം. അപ്പൊ അതിന്റെ മീനിങ് ഒന്ന് പറയാമോ in the comment box, or if you want to unmute and say, fine, please do that. Legacy, what does legacy mean? നമ്മുടെ ടൈഗർ സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വാപ്പച്ചിയുടെ ലെഗസി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? എന്നിട്ട് സുരേഷ് ഗോപി ഇങ്ങനെ ലെഗസി എന്നൊക്കെ ഇങ്ങനെ കൈകൊണ്ടൊക്കെ കാണിച്ചിട്ട് അവസാനം ആ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ. മലയാളികൾക്ക് മറക്കാൻ പറ്റാത്തൊരു സീനാണ്. വാട്ട് ഇസ് ലെഗസി എക്സാക്ട്ലി? If you all can tell me. I'm looking for your answers in the chat. History you create. Wonderful, wonderful. Siddhesh sir has said history that you create. Yes. Impact you made. Wonderful. Yes. പാരമ്പര്യമാണോ? പാരമ്പര്യം ആണ്. കാരണം ഒരു ഹിസ്റ്ററിയുടെ എലമെന്റ് അതിലുള്ളത് കൊണ്ടാണ് പാരമ്പര്യമാണെന്ന് നമുക്ക് തോന്നുന്നത്. That's also right. Wonderful answer. Okay, then let's move to the next word. This would probably be more easier. What is heritage? Legacy പാരമ്പര്യമാണെങ്കിൽ ഹെറിറ്റേജ് എന്താണ്? എല്ലാം വളരെ സിമിലർ വേർഡ്സ് ആണല്ലേ.
legacy, heritage. What is the difference between legacy and heritage? A path you create for others to follow. Okay. മലയാളത്തിൽ എന്താ ഹെറിറ്റേജ് എന്ന് പറയുന്നത്? പൈതൃകം എന്നല്ലേ പറയുന്നത്? പൈതൃകം. What is പൈതൃകം exactly? Okay, we'll move on to the third word. Okay, അത് കൂടെ വരുമ്പം maybe you'll be able to get this right. I'll move on to the third word, that is blueprint. Okay, so what is a blueprint? മറ്റേ വാക്കുകൾ വിട്ടേക്ക. Blueprint is an easier guess. Architects ആയിട്ടുള്ളവർക്കും engineersനും ഒക്കെ അറിയായിരിക്കും. What is a blueprint? A plan of action, yes. Detailed plan, wonderful answer. Krishna has given detailed plan, wonderful answer, yes. Any out of the box guesses? See, this training topic is all about creating a set of beliefs. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മൾ അതിതീവ്രമായിട്ട് വിശ്വസിക്കുന്ന കുറച്ച് ബിലീഫ് സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് തറോ ആക്ഷൻസിലൂടെ എങ്ങനെ അത് നമ്മുടെ ഒരു ലെഗസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ദിസ് എൻറ്റയർ ട്രെയിനിങ് വിൽ ബി ഓൾ അബൌട്ട്. സോ ഐ ഹാവ് സംതിങ് ഫോർ യു ഓൺ ദ സ്ക്രീൻ. Beliefs are your foundation. മൂന്ന് കാര്യങ്ങളാണ്. This session is divided into 3 sections. First one is beliefs. Okay, that becomes your foundation. ഏറ്റവും താഴത്തെ തട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഒരു ഫോർമേഷൻ, something that happens in your head, the ideation. That is a basis. ആ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബിലീഫ്സ് ആണ്. ആ ബിലീഫ്സിനെ ബിൽഡ് ചെയ്ത് ആക്ഷനിലേക്ക് വരുമ്പോൾ ദാറ്റ് ഫോംസ് ദ ബേസിക് സ്ട്രക്ചർ, ദ കൺസ്ട്രക്ഷൻ, ആൻഡ് ദ ലെഗസി ഇസ് ദ ഫിനിഷ് സ്ട്രക്ചർ ദാറ്റ് യു ലീവ് ബിഹൈൻഡ്. ഏറ്റവും അവസാനത്തെ സ്റ്റേജ് ആണ്. നമ്മൾ ഈ ബിലീഫ്സിലൂടെ അത് ആക്ഷനുമായിട്ട് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് ലെഗസി. ലെഗസി ഇസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ്. ദാറ്റ് ഇസ് വാട്ട് ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ഇൻ ടുഡേസ് സെഷൻ. So moving on to the first aspect. What is the difference between beliefs and principles? വളരെ സിമിലർ ആയിട്ടുള്ള വാക്കുകളാണ്. വിശ്വാസം ഉണ്ട്, പ്രിൻസിപ്പിൾ ഉണ്ട്. വാട്ട് ഇസ് എ പ്രിൻസിപ്പിൾ? ഹൗ ഇസ് പ്രിൻസിപ്പിൾ ഡിഫറെന്റ് ഫ്രം ബിലീഫ്സ്? പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ മൂല്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്താൻ ആഗ്രഹിക്കുന്ന, പകർത്തേണ്ട കാര്യങ്ങളാണ്. ബിലീഫ്സ് അങ്ങനെ പകർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ശരിയാ. വണ്ടർഫുൾ ആൻസർ. ഇക്ബൽ സർ ഹാസ് ഗിവൻ ദിസ് ആൻസർ. സോ ശരിയാണ്. കാരണം ഈ ബിലീഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കുറച്ച് വിശ്വാസങ്ങൾ മാത്രമാണ്. പക്ഷെ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ ആ കോർ ബിലീഫ്സ്. കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള, ഇതില്ലാതെ പറ്റില്ല, ദീസ് ആർ ദ ഫണ്ടമെന്റൽസ്, മൗലികമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു ലെഗസി ഓറിയന്റഡ് ആയിട്ട് ജീവിക്കണമെങ്കിൽ, നമ്മളുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ആൾക്കാർ തിരിച്ചറിയണമെങ്കിൽ, നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ട് വേണ്ട ഒരു കാര്യം എന്തിലെങ്കിലുമൊക്കെ ഒരു വിശ്വാസം വേണം. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാൻ പറ്റണം. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് യുവർ കേപ്പബിലിറ്റി. എനിക്കിത് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഇതിൽ കേപ്പബിൾ ആണെന്നുമുള്ളൊരു വിശ്വാസം. പിന്നെ വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, ലൈഫ് ഇസ് അൺഫെയർ ടു മീ. എനിക്കതില്ല, എനിക്കിതില്ല, ഐ വിഷ് ഐ വാസ് റിച്ചർ, ഐ വിഷ് ഐ വാസ് ബോൺ എ ലിറ്റിൽ ടോളർ. ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളിലും സ്വമേധയാ ചിന്തിക്കാറുണ്ട്. എനിക്ക് അതില്ല, ഇതില്ല എന്ന് വിചാരിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലർക്ക് ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓ, ഷീ ഈസ് മോർ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ദേ ഹാവ് ഗോട്ട് മോർ മണി, അതുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കേപ്പബിലിറ്റിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ, especially when it comes to your profession or the financial security that you're looking towards, നമ്മുടെ കഴിവുകളിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ലൈഫ് ഇസ് ഫെയർ. അല്ലാച്ചാൽ നമുക്ക് ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും നമ്മൾ വിചാരിക്കും, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, പക്ഷേ ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവും എനിക്കുണ്ടെന്നുള്ളൊരു വിശ്വാസം, ആ ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു വിശ്വാസം, നമ്മുടെ കഴിവിൽ നമുക്കുള്ളൊരു വിശ്വാസം വേണം. നമ്മള് വിരാട് കോഹ്ലി ബാറ്റ് ചെയ്യാൻ നിൽക്കുമ്പോ ഹീസ് കോൾഡ് ദ റൺ മെഷീൻ. അദ്ദേഹം ഏതെങ്കിലും ഒരു 50 ക്രോസ് ചെയ്യും എന്ന് ചുറ്റിനുമുള്ള ക്രൗഡിന് വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിനും ആ വിശ്വാസമുണ്ട്. ആൻഡ് വിൽ സീ ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ് ആ വിശ്വാസത്തെ എങ്ങനെ ഊട്ടി ഉറപ്പിക്കണം എന്നുള്ളത് വിൽ സീ ഇൻ ദ കമ്മിങ് സ്ലൈഡ്സ്. ആ ഒരു ദ ബിലീഫ്, ഫണ്ടമെന്റൽ ബിലീഫ് ഇൻ യുവർ സെൽഫ് ആൻഡ് യുവർ കേപ്പബിലിറ്റി. എനിക്ക് എല്ലാവരെയും പോലെ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന കുറച്ച് ഫിഗേഴ്സ് ഉണ്ടാവും, സിനിമയിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ, വളരെ നമ്മൾ എടുത്തു പറയുന്ന കുറച്ച് ഫിഗേഴ്സ് ഉണ്ടാവും. അവരൊക്കെ നമ്മളെക്കാൾ ഒത്തിരി മുകളിലാണ്, നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത്ര ഹൈറ്റ്സിലാണ് അവർ നിൽക്കുന്നത് എന്ന് മാത്രം ചിന്തിക്കാതെ, ശ്രമിച്ചാൽ എനിക്കും അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. ദാറ്റ് ഇസ് വാട്ട് വിൽ ഹെൽപ്പ് യു ടു ക്രിയേറ്റ്
and leave behind a legacy of your own. That belief that I am capable and I will be able to do that. Coming with the next thing, നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഒരു കോർ പ്രിൻസിപ്പിൾ നമ്മൾ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ബേസ്ഡ് ഓൺ വാട്ട് യു കെൻ നെവർ കോംപ്രമൈസ് ഓൺ. ഈ ബിലീഫ് സിസ്റ്റത്തിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം എന്താ? ഞാൻ ഇപ്പൊ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം, എന്തൊക്കെ വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും എന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഞാൻ കീപ്പ് ചെയ്യും. ഐ വിൽ നോട്ട് കോംപ്രമൈസ് ഓൺ ദാറ്റ്. ഓക്കെ, അങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ ഉണ്ടാവുമല്ലോ നമ്മുടെ എവറിഡേ ലൈഫിൽ. ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എന്നോട് എന്റെ സീനിയർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ നല്ല രീതിയിൽ കേസുകൾ നടത്തിയാൽ നമുക്ക് നല്ല കേസുകൾ വരും. ചിലരുണ്ട് ഈ കേസ് വലിച്ചു നീട്ടാൻ വേണ്ടി ഒത്തിരി അഡ്ജേൺമെന്റ്സ് ചോദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആകുമ്പോഴത്തേക്ക് അടുത്തൊരു പെറ്റിഷൻ കൊണ്ടിട്ട് പിന്നെയും കുറച്ച് വലിച്ചു നീട്ടും. നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നൊരു റെപ്യൂട്ടേഷൻ വന്നാൽ നമുക്ക് വരുന്ന ക്ലയൻസും അങ്ങനെയുള്ളവരായിരിക്കും. അപ്പോ ഫണ്ടമെന്റലി വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു വിൽ നെവർ കോംപ്രമൈസ് ഓൺ? Your integrity, അല്ലെങ്കിൽ your core values. Can someone give me an example of what you think is something that you would never compromise on? ചിലരെ സംബന്ധിച്ച് പങ്ക്ച്വാലിറ്റി ആയിരിക്കാം. കറക്റ്റ് സമയത്ത് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 5 മിനിറ്റിൽ പുള്ളി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ പറയുന്ന സമയത്തിന് മുമ്പ് അവിടെ എത്തിച്ചേരുന്ന ഒരാളായിരിക്കും. There are certain principles that you live by. അങ്ങനെ എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് ഉണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? Can you share the integrity, professionalism? Wonderful. Yes. പ്രൊഫഷണലിസം, യെസ്, വെരി മച്ച്. കാരണം അത് കോംപ്രമൈസ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് വരുന്ന ക്ലയന്റിലും അങ്ങനെയായിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ മാറും. ഓണസ്റ്റി, യെസ്, വണ്ടർഫുൾ. Professionalism, again, the zone president has commented professionalism, wonderful, yes. What else? I'm very happy to recognize the zone president of zone 20 for the year 2026, JC Jason Arakil sir, a dear friend of mine and a wonderful trainer himself. Thank you for your presence. Anyway, I'm looking for more answers. What is that fundamental thing that you would never compromise on? Professionalism is a great answer. Ethics is a great answer, right? Yeah. അപ്പൊ അതായത് നമ്മുടെ ജീവിതത്തിൽ ഇത് തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്യും എന്ന് നമ്മൾ തീരുമാനിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് തീരുമാനിക്കേണ്ടിടത്തോളം, അതായത് ദിസ് വിൽ ബിക്കം ദ ഗ്രേ ഏരിയ. ദ മോർ ഇറ്റ് ഇസ് ഗ്രേ, ദ മോർ ലെസ് മൈൻഡ്ഫുൾ യു വിൽ ബിക്കം. അതായത് ചില ഏരിയാസ് നമ്മൾ ഡിഫൈൻ ചെയ്തില്ലെങ്കിൽ, നമുക്ക് സാഹചര്യം അനുസരിച്ച് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ചില മേഖലകളുടെ പ്രശ്നം ഇതാണ്. സാഹചര്യം അനുസരിച്ച് ചെയ്യുമ്പോൾ വിൽ ബി ടെംപ്റ്റഡ് to slightly move away from our principles. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് upon us. ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ ഒരു ഇയറിന്റെ എൻഡിലാണ് നിൽക്കുന്നത്. ഇറ്റ്സ് 28th of December. In a few days we'll be welcoming another year. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ ഒക്കെ എടുക്കാനുള്ള ഒരു സമയം കൂടിയാണിത്. അപ്പൊ നമ്മൾ സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളാണ്. That's what I'm sharing with you in this belief systems. How do you set your beliefs? How do you set your principles? ഒരു കാര്യം ഞാൻ പറഞ്ഞു, അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം എല്ലാത്തിന്റെയും ഫണ്ടമെന്റൽ ആയിട്ടുള്ളൊരു കാര്യം അതാണ്. പിന്നെയുള്ളൊരു കാര്യം, വാട്ട് വിൽ യു നെവർ കോംപ്രമൈസ് ഓൺ? ഇത് ഞാൻ ഏതെങ്കിലും എന്റെ വർക്ക് എത്തിക്സ് അല്ലെങ്കിൽ എന്റെ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ എന്റെ പ്രൊഫഷണലിസം ഞാൻ ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ വേണം. നമ്മളിപ്പോ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവാം നമ്മുടെ ബിസിനസ്സിൽ, പക്ഷെ എങ്കിലും ഞാൻ തുടങ്ങിയ ചില മൂല്യങ്ങളുണ്ടല്ലോ, ഞാൻ വിശ്വസിക്കുന്ന ചില മൂല്യങ്ങൾ, അതൊരിക്കലും ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല എന്നുള്ളൊരു തീരുമാനം ഇല്ലെങ്കിൽ, ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ദിസ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വിൽ കംപ്ലീറ്റ്ലി കം ഡൗൺ. അപ്പൊ അങ്ങനെയുള്ള ചില പ്രിൻസിപ്പിൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഹൗ ഡു യു സെറ്റ് ദിസ് പ്രിൻസിപ്പിൾസ്? എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസിലേക്ക് എത്തുന്നത്? അത് സ്വയം ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങളാണ്. ഇപ്പോ ഈ ഒരു സെഷൻ കഴിയുമ്പോൾ, ഇറ്റ്സ് ഓൺലി 45 minutes, സെഷൻ കഴിയുമ്പോൾ ടേക്ക് ഔട്ട് എ പേപ്പർ and list down, okay, these are the things that I will not compromise on. One of it is my professionalism, one of it is my integrity, one of it is the family values that I have. It can be anything. Personal life il avam, professional life il avam, relationship il avam, money management il avam. List down those points of what are the fundamental core that I would never give away. And the third point is, what do you want to be remembered for? ഒരു ലെഗസി എന്ന് പറഞ്ഞാൽ പിന്നീട് വരുന്നവർക്ക്
ഓർക്കാനും ചിന്തിക്കാനും സൂക്ഷിച്ചു വെക്കാനും ഉള്ള ഒരു കാര്യമാണ്. നമ്മുടെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് നമുക്ക് കിട്ടുന്നത് പ്രസിഡന്റ് ആയിട്ടും സെക്രട്ടറി ആയിട്ടും ഒക്കെ. ആ ഒരു വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ the next president or the next secretary, are they grateful that you were the president before them? That is the legacy you will leave behind. എന്തിനു വേണ്ടിയാ, എങ്ങനെയാണ് നിങ്ങളെ ഓർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുകൂടെ അനുസരിച്ചിട്ടാണ് നമ്മുടെ പ്രിൻസിപ്പിൾസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എല്ലാവരും ഒരു 40 ഇയേഴ്സിനോട് അടുത്ത് നിൽക്കുന്നവരാണ് JCI എന്ന് പറയുമ്പോൾ. ബിലോ 40 ഇയേഴ്സ്, ബട്ട് ബിറ്റ്വീൻ 18 and 40 when it comes to JCs. അപ്പൊ നമ്മൾ ഒരു ജീവിതത്തിൽ നമുക്ക് കുറച്ച് ബിലീഫ് സിസ്റ്റംസും കുറച്ച് പ്രയോറിറ്റീസും കുറച്ച് പ്രിൻസിപ്പിൾസും ഒക്കെ ഓൾറെഡി ഉണ്ട്. പക്ഷേ as we move forward to the next year, what we have to do is, am I doing it right? Is it working for me? ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ നമ്മുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവരികയും അതില് കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് ഉറപ്പിക്കുകയും ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗിവ് യു എ വെരി 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 സിമ്പിൾ എക്സാമ്പിൾ. നമ്മൾ പലപ്പോഴും ചെയ്യുന്നതാണ്, നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷനിലൊക്കെ പൊതുവെ ഇങ്ങനെ റെക്കഗ്നിഷൻസ് ഒക്കെ വരുമ്പോൾ പുതിയതായിട്ട് മെമ്പേഴ്സിനെ ചേർത്ത് നമുക്ക് റെക്കഗ്നിഷൻസ് ഒക്കെ കിട്ടും. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയുടെ ഭാഗമായിട്ട് ചെറിയ റെക്കഗ്നിഷൻസ് ഉണ്ട്. നാഷണൽ പ്രസിഡന്റ് വിസിറ്റിന്റെ സമയത്തുണ്ട്, നമ്മുടെ NVPയുടെ വിസിറ്റിന്റെ സമയത്തൊക്കെ പുതിയതായിട്ട് ന്യൂ മെമ്പേഴ്സിനെ ആഡ് ചെയ്ത് വിൽ ബി റെക്കഗ്നൈസ്ഡ്. അപ്പൊ പലരും ചെയ്യുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, പുതിയതായിട്ട് ഒരാളെ കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം അവർ ആ എമൗണ്ട് അങ്ങ് അടയ്ക്കും, എന്നിട്ട് ആരുടെയെങ്കിലും പേരിൽ അങ്ങ് രജിസ്റ്റർ ചെയ്യും. ദിസ് ഇസ് കോംപ്രമൈസിങ് ഓൺ യുവർ ഇന്റഗ്രിറ്റി. അത് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അവിടെ പോലും are you being honest? Are you compromising on your integrity? അപ്പോ അങ്ങനെ ഇന്റഗ്രിറ്റി നമുക്ക് കീപ്പപ്പ് ചെയ്യണമെങ്കിൽ, നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ കീപ്പപ്പ് ചെയ്യണമെങ്കിൽ, there is something else that we have to back it up with. That is what we'll be dealing with in the next slide. This is something that I always do in my trainings. ഈ ഒരു സാധനം ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? What is it? നല്ല ഭക്ഷണം കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക്, നല്ല റെസ്റ്റോറൻസിൽ പോകുന്നവർക്ക് ഒരുപക്ഷെ പരിചയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്. നോ ഐഡിയ. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ അത്രയും പോപ്പുലർ അല്ല നമ്മൾ, ദാറ്റ് ഇസ് ട്രൂ. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ അറിയാൻ സാധ്യതയില്ല എങ്കിൽ പോലും എനി വൈൽഡ് ഗെസസ് ഫുഡ് ഇൻഡസ്ട്രിയുടെ സ്റ്റാൻഡർഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. ആൻഡ് ഫണ്ണിലി ഇനഫ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ടയർ കമ്പനിയാണ്. ഇവൻ ദോ ഫുഡ് ഇൻഡസ്ട്രിയിലെ ഒരു കാര്യമാണെങ്കിൽ പോലും ഒരു ടയർ കമ്പനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 3 stars, യെസ് 3 stars ആണ്. പക്ഷേ it is called something else. Oh, someone has said Michelin stars also. Okay, wonderful. I saw just now I saw the answers. Wonderful. What are these Michelin stars? നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ്സിന് കിട്ടുന്ന ഒരു പദവിയാണ് ഈ മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ മിഷലിൻ എന്ന് പറയുന്ന ഒരു ടയർ കമ്പനിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അവരുടെ ബിസിനസിന്റെ ഒരു ഇതിനു വേണ്ടി ചെറിയ റെസ്റ്റോറൻറ്റ്സിന്റെ ഹാൻഡ് ബുക്സ് ഒക്കെ അവരുടെ ഇതിൽ വെക്കുമായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു സ്റ്റാൻഡർഡൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ മിഷലിൻ സ്റ്റാർ ഈസ് കൺസിഡർ ദ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻ ദി ഫൈൻ ഡൈൻ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ദ ഹോട്ടൽ ഇൻഡസ്ട്രി. ഇഫ് യു ആർ എ മിഷലിൻ സ്റ്റാർ ഷെഫ് അല്ലെങ്കിൽ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറന്റ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇറ്റ് ഈസ് എ ലെഗസി ടു ലിവ് ബിഹൈൻഡ്, അങ്ങനത്തെ ഒരു കാര്യമാണ്. അപ്പോൾ വാട്ട് ഐ വാണ്ടഡ് ടു സേ ഇസ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ പ്രിൻസിപ്പിൾസും ബിലീഫ്സും കെട്ടിപ്പിടിക്കാറുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഐ വാണ്ട് യു ഓൾ ടു തിങ്ക്, വാട്ട് ഇസ് ദാറ്റ് വൺ തിങ്, what is that one standard that you have in your life that you would want to be remembered by? ഇപ്പം മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരു റെക്കഗ്നിഷൻ ആണ്. ഇഫ് യു ആർ ചിലപ്പോൾ ഏറ്റവും ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സിനാണ് കൂടുതൽ കിട്ടുന്നത് എങ്കിൽ പോലും there are restaurants in Singapore and Thailand, സ്ട്രീറ്റ് ഫുഡിനും ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അപ്പം പക്ഷെ അവിടെ more than the facilities, your food has to meet that standard. ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിൽ മാത്രമാണ് you get these Michelin stars. അപ്പൊ that's what are the certain things in your life that is a Michelin star for you? ഈ ഒരു എന്റെ അൾട്ടിമേറ്റ് ഗോൾഡ് എന്ന് പറയുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനത്തെ കുറച്ച് പ്രിൻസിപ്പിൾസ് നമ്മൾ അബൈഡ് ചെയ്യണം. വാട്ട് ആർ ദോസ് പ്രിൻസിപ്പിൾസ് ഇൻ യുവർ ലൈഫ്? വാട്ട് ആർ ദോസ് Michelin stars in your life? Which is something that personally
ഇപ്പം ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല. പേഴ്സണലി ഇത് എനിക്ക് അൾട്ടിമേറ്റ്ലി ഈ ഒരു കാര്യത്തിലാണ് എന്നെ റിമെമ്പർ ചെയ്യേണ്ടതെന്ന് നമുക്ക് സ്വയം തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. യു ആർ നോട്ട് ഓൾവേസ് ഡിഫൈൻഡ് ബൈ യുവർ സക്സസ്, ബട്ട് യു ആർ ഓൾമോസ്റ്റ് ഓൾവേസ് ഡിഫൈൻഡ് ബൈ യുവർ സ്റ്റാൻഡേർഡ്. നമ്മുടെ സക്സസ് കൊണ്ടായിരിക്കണമെന്നില്ല നമ്മളെ ഡിഫൈൻ ചെയ്യേണ്ടത്, പക്ഷെ നമ്മുടെ സ്റ്റാൻഡേർഡ്, അതായത് ഇദ്ദേഹത്തെ സമീപിച്ചാൽ ഇത് ഒരു മിനിമം സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പൊ വിരാട് കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം 50 എന്നുള്ളത് പുള്ളിയുടെ ഒരു മിനിമം നമ്പറാണ്, മിനിമം ആണത്. 50 runs, it's a sure shot. But how does he do that? We'll come to that slide, the next slide. അങ്ങനെ what is that minimum thing, that golden standard? ഇപ്പൊ എന്നെ സംബന്ധിച്ച് ആസ് എ ട്രെയിനർ എന്റെ മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഐ എം ഏബിൾ ടു, മൈ ലാംഗ്വേജ് ഇസ് മൈ മിഷലിൻ സ്റ്റാർ. ചിലർക്ക് അതൊരു സ്റ്റോറി ടെല്ലിംഗ് എബിലിറ്റി ആയിരിക്കും, ചിലർക്ക് അത് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത് ഫണ്ടമെന്റലി ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ബിലീഫ് സിസ്റ്റം ആകാം. ഓൾസോ ആ ബിലീഫ് സിസ്റ്റം പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ഒരു ഹാബിറ്റ് ബിൽഡിങ്ങിലേക്കും ഒക്കെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, വിച്ച് ഐ വിൽ ബി ഡീലിംഗ് വിത്ത് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. പക്ഷേ ടേക്ക് എ മൊമെന്റ് ടു തിങ്ക് ഫോർ യുവർ സെൽഫ്, വാട്ട് ഇസ് ദാറ്റ് വൺ തിങ് that you would want in your life that you will never compromise on, which is your ultimate standard. ഇപ്പം മിനിമം ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ഇന്നയാളെ നമുക്ക് അവരുമായിട്ട് ബിസിനസ് ചെയ്താൽ ഇറ്റ് ഇസ് ഷുവർ ഷോട്ട്. നമ്മൾക്കിപ്പോ തൃശ്ശൂരുകാർക്കൊക്കെ അറിയായിരിക്കും, ക്രിസ്മസിന് ആൻസിന്ന് ഒരു കേക്ക് വാങ്ങിച്ചാൽ, ഒരു റിച്ച് പ്ലം കേക്ക് വാങ്ങിച്ചാൽ അതൊരു സ്റ്റാൻഡേർഡ് ആണ്. യു എക്സ്പെക്ട് അതിന് ഈ പർട്ടിക്കുലർ ടേസ്റ്റ് ഉണ്ടാവും എന്ന് നമുക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ പാരഗൺ ഒരു ബിരിയാണി വാങ്ങിച്ചാൽ യു നോ ഫോർ ഷുവർ ഓക്കെ ദാറ്റ് ബിരിയാണി ഈസ് ഗോയിങ് ടു ടേസ്റ്റ് ദ ബെസ്റ്റ് എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ പാരഗണിലെ ഫിഷ് മാംഗോ കറി, യു നോ ദാറ്റ് ദേ ഹവ് സെറ്റ് എ സ്റ്റാൻഡേർഡ്, ദേ ഹവ് സെറ്റ് എ ഗോൾഡ് സ്റ്റാൻഡേർഡ്. സോ അങ്ങനെ നിങ്ങൾക്ക് സ്വയം ഓക്കെ അശ്വതി എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ സിതേഷ് എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ ഷബീർ ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയെ ഓർത്തു വെക്കണമെന്ന്, ഓക്കെ ദിസ് ഇസ് വൺ തിങ് that you would want to remember by, this is the standard that you want to remember by എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ദോ ദിസ് ഇസ് എ 45-minute സെഷൻ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ഇപ്പൊ എഴുതിപ്പിക്കാത്തത്. പക്ഷേ once the session is done, write it down. What is that one thing that you would want to be remembered by? And it should be ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബിലീഫ് ആണ് ആവേണ്ടത്. പക്ഷേ we'll see in the next slides how do you back it up with actions. ഈ ട്രെയിനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഇപ്പൊ that's what you're seeing on the screen. First things first, നമ്മുടെ ഈ ബിലീഫ് സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? We have to work on it. Okay, you cannot leave behind a legacy because you had an idea. ഓക്കെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് എന്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം നമുക്കൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ദ അൾട്ടിമേറ്റ്, ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു ഹാവ് എ വർക്കിംഗ് സ്ട്രക്ചർ ആൻഡ് യു ഹാവ് ടു ആക്ട് ഓൺ ഇറ്റ്. ഓക്കെ, അതിന് വേണ്ടതായിട്ടുള്ള ഓരോരോ സ്റ്റെപ്പ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലെഗസി നമുക്ക് ലീവ് ബിഹൈൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അതില് എനിക്ക് ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകണം എന്ന് ആഗ്രഹമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എസ്പെഷ്യലി ബിക്കോസ് വി ആർ അബൌട്ട് ടു റിസീവ് 2026. പൊതുവെ എത്ര പേര് ഇതിൽ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട്? ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട്? ഒന്ന്, ഇഫ് യു make New Year resolutions every year, can you type in yes in the chat box? If you are somebody who takes resolutions every year, അല്ലെങ്കിൽ ഈ വർഷം you have decided you're going to take this thing, take a resolution this year, അങ്ങനെ എടുക്കാറുള്ളവർ എത്ര പേരുണ്ട്? Yes, yes, Anjali says that she takes it. Okay, my question was this, നിങ്ങൾ എല്ലാ വർഷവും പുതുവർഷത്തിന് മുമ്പ് ഒരു റെസൊല്യൂഷൻ എടുക്കാറുണ്ടോ? ഈ അടുത്ത വർഷം ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. യു കെൻ കമന്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. യെസ്, ഓക്കെ. ബാക്കി ആരും എടുക്കാറില്ല? ഓർ ചിലരുണ്ട് അങ്ങനെ റെസൊല്യൂഷൻസ് എടുത്താൽ നടക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ഒന്ന് തീരുമാനിച്ചിരുന്നു, റെസൊല്യൂഷൻസ് എടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ നടക്കും, പക്ഷെ എടുത്ത് തന്നെ ഇത് നടക്കാറില്ല എന്നൊരു തോന്നല്. അങ്ങനെയുള്ളവരുണ്ടോ? നോ, ഐ ഡോണ്ട് ടേക്ക് എനി റെസൊല്യൂഷൻസ്. യെസ്, ഓക്കെ. ശരത് is saying yes, he takes resolutions. Wonderful. Some of you do take resolutions, some of you don't take resolutions. പക്ഷെ here's the idea.
നമ്മളെ സംബന്ധിച്ച് ഒരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതൊരു വിശ്വാസമാണ്, ഒരു ഹോപ്പാണ്. നാളെ കുറിച്ച് നമ്മളുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഒരു റെസൊല്യൂഷൻ എടുക്കുന്നത്. നാളെ അങ്ങനെ ആവണം, നാളെ അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ എപ്പോഴും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുക്കുക. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ, നമ്മള് ന്യൂ ഇയർ റെസൊല്യൂഷൻ എടുക്കുമ്പോൾ വി മേക്ക് എ ലിസ്റ്റ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, ഭയങ്കര നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് വി ട്രൈ ടു ടിക്ക് ഇറ്റ് ഓഫ്, നത്തിങ് വർക്ക്സ് ഔട്ട്. സോ ഐ വിൽ ഗിവ് യു എ വെരി വെരി പ്രാക്ടിക്കൽ തിങ് ദാറ്റ് യു കെൻ ഡു. That is the main three, and then that you can see on the screen. Only list out 3 things. അടുത്ത വർഷം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത വർഷം നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം മുതൽ, ബിലീഫ് ഒരു കോർ പ്രിൻസിപ്പിള് ഉൾപ്പെടെ അതിൽ ആ കോർ പ്രിൻസിപ്പിളിൽ നിന്ന് അത് ആക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ ലെഗസി ആയിട്ട് മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഓക്കെ, ഓൺലി 3 things, നോട്ട് മോർ ദൻ 3. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഈ 3 കാര്യങ്ങളിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ഇത് ചെയ്യും എന്ന് തോന്നുന്ന എന്താണ് ഒരു റെസൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു ആക്ഷൻ പ്ലാൻ ഷുഡ് ബി യുവർ ഫസ്റ്റ് റെസൊല്യൂഷൻ. അങ്ങനെ വെറും 3 എഴുതാവുള്ളൂ. ഡോണ്ട് റൈറ്റ് മോർ. ഐ മീൻ യു ക്യാൻ റൈറ്റ് മോർ, ബട്ട് ഗിവ് പ്രയോറിറ്റി ടു ദ ഫസ്റ്റ് 3. ലിസ്റ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, ദീസ് ആർ തിങ്സ് ഫോർ. ഇപ്പൊ ഞാനൊരു വർക്കബിൾ എക്സാമ്പിൾ പറയാം. പ്രൊഫഷണലിസത്തില് ഞാൻ ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് നമുക്കൊരു കറന്റ് കേസ് വരുമ്പം ആ കേസിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, ആ കേസിന്റെ കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഐ ഡു. പക്ഷെ പലപ്പോഴും കോടതിയിലെ റെപ്രസെന്റേഷൻസ് കഴിയുമ്പം, ഓരോ പോസ്റ്റിംഗ് കഴിയുമ്പോഴും ഐ ഡോണ്ട് യൂഷ്വലി കോൾ അപ്പ് മൈ ക്ലയൻസ് ആൻഡ് സേ ഓക്കെ ഇങ്ങനെ സംഭവിച്ചു, ഇനി അടുത്ത പോസ്റ്റിംഗ് ഇന്നതിന് വേണ്ടിയാണ് എന്ന് പൊതുവെ ഞാൻ പറയാറില്ല, until and unless they call me. പക്ഷേ as part of professionalism, I would want to do that next year. അതായത് ഒരു നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയായിരിക്കാം. നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, ബിസിനസ്സിൽ റിട്ടൻഷന്റെ ഭാഗമായിട്ട് നമ്മൾ കൺസ്യൂമേഴ്സിനോട് റീച്ച് ഔട്ട് ചെയ്യുകയും അവർക്ക് വെൽ വിഷസ് അറിയിക്കുകയും, പിന്നെ ഓൾസോ കാർഡ്സ് സെൻഡ് ചെയ്യുന്ന, ഇപ്പൊ ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ യു സെൻഡ് ഔട്ട് കാർഡ്സ്, യു ഗിവ് ഔട്ട് ദീസ് ഡിസ്കൗണ്ട് കൂപ്പൺസ്. അങ്ങനെ ഹൗ ഡു യു റീച്ച് ഔട്ട് as part of my principle that I would want to be a better businessman, or I would want to retain my customer base. These are the action points I'm going to do. അങ്ങനെ ഒരു 3 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. 3 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാം. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങളാണ്. ഒരുപക്ഷെ യു വാണ്ട് ടു ഗെറ്റ് ഫിറ്റ് ദിസ് ഇയർ, യു വാണ്ട് ടു ലൂസ് സം വെയിറ്റ്, യു വാണ്ട് ടു ഗെറ്റ് ഫിറ്റ്. ദാറ്റ് ക്യാൻ ബി വൺ ഓഫ് യുവർ പ്രയോറിറ്റീസ്. Or you want to start doing a new hobby. It can be anything. List out 3 things. You can list out more, but the priority has to be in the first 3. And adil thanne oru karyam at the end of 2026 വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഈ കാര്യം ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. that's my first point. നമ്മൾ പലപ്പോഴും we tend to underestimate what you can do in a year, but we always overestimate what can be done in a day. ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓവർ എസ്റ്റിമേറ്റ് ചെയ്യും. എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കുമല്ലോ, നാളെ ഇതെല്ലാം ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ ഒരു 20-25 എണ്ണത്തിന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും പൊതുവെ രാത്രി കിടക്കുന്നതിന് മുമ്പ്. പക്ഷെ രാവിലെ ആകുമ്പം നമ്മൾ ഇതെല്ലാം പിന്നെ ഒരു പുകയാണ്. യു ഡോണ്ട് നോ വാട്ട് ഇസ് ഹാപ്പനിങ്. എവിടെ തുടങ്ങണം എന്ന് അറിയത്തില്ല, എവിടെ അവസാനിപ്പിക്കണം എന്ന് അറിയത്തില്ല. ഓക്കെ, അപ്പം ഇപ്പൊ so far you've identified what are the core principles, what are the core things that you want to do in your life. Now you are building your action plan. ഈ ഒരു പ്രിൻസിപ്പിളിലേക്ക് എത്തണമെങ്കിൽ, അതൊരു ലെഗസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ what are the 3 things that I have to do എന്ന് ഐഡന്റിഫൈ ചെയ്യുക. അതിൽ ഒരു കാര്യം എന്താണെന്നുള്ളത് പർട്ടിക്കുലർലി ഐഡന്റിഫൈ ചെയ്യുക ഓരോ ദിവസവും. എന്നിട്ട് നമ്മുടെ ആദ്യത്തെ ഒരു പ്രയോറിറ്റി ഇല്ലേ, ദിസ് ഇസ് ദ വൺ തിങ്, ഈ ഒരു കാര്യം ഞാൻ എല്ലാ ദിവസവും ചെയ്യും എന്ന് പറഞ്ഞില്ലേ. അറ്റ് ദി എൻഡ് ഓഫ് 2026 ഒന്നും സംഭവിച്ചില്ലെങ്കിലും ദിസ് ഇസ് ദറ്റ് വൺ തിങ് ഐ വുഡ് ഡു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. ആ ഒരു കാര്യം എല്ലാ ദിവസവും നിങ്ങളുടെ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഈവൻ ഇഫ് യു ഡോണ്ട് ഡു എനിത്തിങ് എൽസ്, വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക്. യു വാണ്ട് ടു ഗെറ്റ് ഫിറ്റ്, ദാറ്റ് ഈസ് യുവർ അൾട്ടിമേറ്റ് പ്രയോറിറ്റി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞാൻ വർക്ക്ഔട്ട് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കും. അങ്ങനെ എന്ത് ചെയ്തില്ലെങ്കിലും ദിസ് ഇസ് സംതിങ് ദറ്റ് ഐ വിൽ ടേക്ക് കെയർ ഓഫ്.
എന്ന് പറയുന്ന ഒരു കാര്യം, അതെന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതിനൊപ്പം തന്നെ I asked you to make a list of 3, the 2 and the 3. That also you try to include in your everyday plan. എല്ലാ ദിവസവും നമുക്ക് ഇത്ര കാര്യങ്ങളെ ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷെ ആറ്റോമിക് ഹാബിറ്റ്സിൽ പറയുന്ന പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പം ടോട്ടലി ഇൻ ദറ്റ് ഇയർ യു കെൻ അച്ചീവ് എ ലോട്ട് മോർ ദൻ യു കെൻ ഇമാജിൻ. നമ്മൾ പലപ്പോഴും ഒരു വർഷം ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഓരോ ദിവസവും നമ്മൾ വലിയ വലിയ പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കി ഇന്ന് ഇതെല്ലാം ചെയ്ത് തീർക്കണം എന്നുള്ള ഒരു വാശിയിൽ കുറെ എഴുതും. എന്നിട്ട് അത് ചെയ്യാൻ പറ്റാതെ വരുമ്പം നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം തോന്നും, നമുക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് തോന്നും, അയ്യോ ഞാൻ ചെയ്തില്ലല്ലോ, ഐ വാസ് സ്ക്രോളിംഗ് ഓൺ മൈ ഫോൺ, അല്ലെങ്കിൽ ഐ വാസ് ഓൺ സോഷ്യൽ മീഡിയ, നൗ ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. അപ്പോ ultimately this is what I would want to share. More than anything in this session, this is one thing that you should take home with you. One is that for the next year, make a list of 3 things. അതിൽ പ്രധാനമായിട്ടും ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യുക, ഒരു ഏരിയ ഐഡന്റിഫൈ ചെയ്യുക where you want, no matter what you want a change. അത് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു കാര്യം എങ്ങനെ നിങ്ങളുടെ എവറിഡേ ഷെഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. എവറിഡേ ഷെഡ്യൂളിൽ എവിടെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം. ഇപ്പൊ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു കാര്യം, നമ്മൾ 7 മണി മുതൽ 8 മണി വരെ നമ്മൾ ഇതിന്റെ കാര്യം ചെയ്യും എന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. പക്ഷെ നമ്മൾ എഴുന്നേറ്റപ്പോ 7:30 ആയി. അപ്പൊ അത് കാരണം now you're feeling guilty, you only have half an hour left. So what works in time management is that quarter wise divide ചെയ്തിട്ട് think of yourself, before lunch I'll do it, അല്ലെങ്കിൽ after lunch, before tea I'll do it. അങ്ങനെ 4 quarters ആയിട്ട് തിരിച്ചിട്ട് this is something that you want to do എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഒരു പർട്ടിക്കുലർലി 1 മണിക്കൂർ എന്നല്ല, ആ ഒരു മോർണിംഗ് പീരീഡിൽ ഞാനത് ചെയ്യും, എപ്പോഴെങ്കിലും ഞാനത് ചെയ്യും. അല്ലെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഉള്ള പീരീഡിൽ ഐ വിൽ ഡു ഇറ്റ്. അങ്ങനെ ഒരു ക്വാർട്ടറിലേക്ക് അതിനെ അസൈൻ ചെയ്യുക. ദാറ്റ് ഈസ് ഹൗ യു ഗെറ്റ് യുവർ തിങ്സ് ഡൺ. ഓൾസോ വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു വാല്യൂ ബേസ് സെറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇൻ പേഴ്സണൽ റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഇൻ അവർ നെറ്റ്വർക്കിംഗ്, it is important that your values are rooted in kindness. Okay, your values are rooted in kindness to others and in kindness to yourself. പലപ്പോഴും സംഭവിക്കുന്നതാണ്, നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം സെറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ആക്ഷൻ പ്ലാൻ ആ ബിലീഫ് സിസ്റ്റത്തെ ബേസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ, എവിടെയെങ്കിലുമൊക്കെ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ, വി ഫീൽ ഗിൽറ്റി. നമുക്ക് ബാക്കിയുള്ളവരോട് ദേഷ്യമാണ്, നമ്മളോട് തന്നെ ദേഷ്യം വരും. ഓക്കെ, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഓൾവേസ് റിമെമ്പർ, ബി കൈൻഡ് ടു യുവർ സെൽഫ്. ഇന്ന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഡു ഇറ്റ് ടുമോറോ. മേക്ക് ഇറ്റ് എ പോയിന്റ് ദറ്റ് യു ഡു ഇറ്റ് ടുമോറോ. Another tip that I want to share is, ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ ഒരു ദിവസം ബ്രേക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ 2 ദിവസം അടുപ്പിച്ച് ബ്രേക്ക് എടുക്കാതിരിക്കുക. 2 ദിവസം നമ്മൾ അടുപ്പിച്ച് ബ്രേക്ക് എടുത്താൽ 3-ാമത്തെ ദിവസം നമുക്കത് പിന്നെ ചെയ്യാനേ തോന്നാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. സോ whatever action principle it is that you want to follow, make sure, even if you take എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, പുറത്തു പോകേണ്ടി വന്നു, you take a break one day, the next day make sure at least 5 minutes 10 minutes you do that. ആ ഒരു കണ്ടിന്യൂവേഷൻ നിങ്ങളുടെ ആ ഒരു ആക്ഷൻ പ്ലാനിലും നിങ്ങളുടെ ഒരു ജീവിതത്തിലെ ഓരോ കാര്യത്തിലും ഉണ്ടാകാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും സാഹചര്യത്തിൽ ഒരു അവധി എടുക്കേണ്ടി വന്നാലും the next day compensate that. 2 ദിവസം അടുപ്പിച്ചെടുക്കാതിരിക്കുക. അങ്ങനെ അടുപ്പിച്ച് നമ്മൾ വേണ്ടെന്ന് വെക്കും തോറും നമ്മുടെ മൈൻഡ് ആ ഒരു ഡിഫോൾട്ട് സിസ്റ്റത്തിൽ നിന്ന് മാറി നമ്മുടെ ഒരു ഹാബിറ്റ് ബ്രേക്ക് ആവാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. ഓൾസോ വൺ തിങ്, പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമുക്കറിയാം നമ്മള് പങ്ക്ച്വൽ അല്ല പലപ്പോഴും. ഓക്കെ, ഷോയിങ് അപ്പ് ഓൺ ടൈം ഇസ് റെസ്പെക്ടിങ്. ദാറ്റ് ഈസ് എ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. ഓക്കെ, ഷോയിങ് അപ്പ് ഇസ് ജസ്റ്റ് ഗിവിംഗ് റെസ്പെക്ട് ടു ദ പീപ്പിൾ ഹു ആർ ദേർ വിത്ത് യു. അപ്പം നമ്മൾ പലപ്പോഴും ലേറ്റ് ആണ് പല കാര്യത്തിലും. നമ്മൾ ഓടിപ്പിടിച്ചെത്തുമ്പോഴത്തേക്കും എന്തെങ്കിലും മീറ്റിംഗ് ആണെങ്കിൽ മീറ്റിംഗ് തുടങ്ങും, അല്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ വരുമ്പം ലേറ്റ് ആവും. അപ്പൊ നമുക്കത് മാറ്റണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, okay, you have to identify. That's the next point that I want to share. Identify at least one area this year that you would want to avoid. Okay, ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുറച്ചു നേരം ഫോൺ നോക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ നോക്കിയാൽ അന്നത്തെ ദിവസം മുഴുവൻ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, the idea is to cut off that. ആ ഒരു സാധനം അങ്ങ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക.
അതുപോലെ ഐഡന്റിഫൈ ദറ്റ് വൺ ഏരിയ ഇൻ ദ നെക്സ്റ്റ് ഇയർ ദാറ്റ് യു വാണ്ട് ടു കട്ട് ഓഫ് കംപ്ലീറ്റ്ലി. ഈ ഒരു സാധനം ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഈ പറയുന്നതെല്ലാം ഐ എം നോട്ട് ആസ്കിങ് യു ടു ഡു മെനി തിങ്സ്, ഐ എം ആസ്കിങ് യു ടു ഡു 1 or 2 things. ലിസ്റ്റിൽ ആദ്യമേ ഞാൻ പറഞ്ഞപ്പോഴും ഐ ആസ്ക്ഡ് യു ടു മേക്ക് എ ലിസ്റ്റ് ഓഫ് 3. യു കൻ മേക്ക് എ ലോങ് ലിസ്റ്റ് ബട്ട് ഗിവ് പ്രയോറിറ്റി ടു ദ ടോപ്പ് 3 things, out of which that one thing that you want to do, give all your efforts to that. This is something that I would do. Okay, പിന്നെ another thing is that ഈ പ്രിൻസിപ്പിൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഒരു ലെഗസി ആകണമെങ്കിൽ ആ ഒരു പ്രിൻസിപ്പിളിന് ഒരു മൂല്യം വേണം, അല്ലെ? അതിനൊരു വാല്യൂ വേണം, ഒരു ഇൻഹെറന്റ് ആയിട്ട് അതിനൊരു നന്മ വേണം. ആ നന്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ലെഗസി നമുക്ക് ലീവ് ബിഹൈൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആ ഒരു നന്മ ഉണ്ടാകണമെങ്കിൽ ഒന്ന് നമുക്ക് അതിനോടൊരു തീവ്രമായ ആഗ്രഹം വേണം. പിന്നെ നമ്മുടെ ആ വാല്യൂസും നമ്മുടെ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഗോളുമായിട്ട് ഓറിയന്റഡ് ആയിരിക്കണം, അലൈൻഡ് ആയിരിക്കണം. നമുക്ക് വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉള്ളപ്പോ ചിലപ്പോൾ കുറുക്കു വഴികൾ തേടാനുള്ള ഒരു സാഹചര്യമുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കുറുക്കു വഴികളിലൂടെ എങ്ങനെ മുമ്പോട്ടേക്ക് പോവാം എന്ന് ചിന്തിക്കാറുണ്ട്. പക്ഷെ ആ കുറുക്കു വഴികൾ ഒഴിവാക്കി എങ്ങനെ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ലെഗസിയിലേക്ക് നമ്മളെ തന്നെ അലൈൻ ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ ഒരു ബിലീഫ് സിസ്റ്റം ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു ലെഗസി ഫോർമേഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ്. അപ്പൊ പ്രധാനമായിട്ടും അതിന് വേണ്ടത് എന്തൊക്കെയാണ്, വാട്ട് യുവർ കോർ ഏരിയാസ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. വാട്ട് ഇസ് യുവർ മിഷലിൻ സ്റ്റാർ? ദിസ് ഇസ് എ പ്രിൻസിപ്പിൾ ഐ എം ഗോയിങ് ടു ലിവ് ബൈ എന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിനനുസരിച്ച് നെക്സ്റ്റ് ഇയറിലേക്ക് യു മേക്ക് എ പ്ലാൻ. ഓക്കെ, ലിസ്റ്റ് ഔട്ട് 3 things. ആ ലിസ്റ്റ് ഔട്ട് ചെയ്ത 3 thingsഉം ഒരു ദിവസം, എല്ലാ ദിവസവും നിങ്ങളുടെ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 1 of them you have to do. ഏറ്റവും ആദ്യത്തെ നമ്പർ 1 എന്ന് പറയുന്ന കാര്യം എങ്ങനെയെങ്കിലും നമ്മുടെ ആ ഒരു പ്രിൻസിപ്പിളില് കൊണ്ടുവരാൻ ശ്രമിക്കുക, നമ്മുടെ എവ്രിഡേ ലൈഫിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഒരു ക്വാർട്ടർ, അതായത് മോർണിംഗ്, ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ആഫ്റ്റർ ഓഫീസ് അവേഴ്സ്, അല്ലെങ്കിൽ ടുവേർഡ്സ് നൈറ്റ്, ഇങ്ങനെ ക്വാർട്ടേഴ്സ് ആയിട്ട് തിരിച്ചിട്ട് where will you include that എന്നൊന്ന് തീരുമാനിച്ചു വെക്കുക. And another thing that I told you about is be kind. Sometimes it is possible that you may not be able to do it every day, പക്ഷെ don't take 2 days together. 2 ദിവസം ഒരുമിച്ച് അത് ചെയ്യാതിരിക്കരുത്. ഓൺ ദ സെക്കൻഡ് ഡേ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ചെറുതായിട്ട്, ഒത്തിരി ചെയ്യണ്ട. ഈവൻ ഇഫ് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഡു, ഫോർ എക്സാമ്പിൾ, you are into business and then you have decided that as part of ethical business practices you want to upgrade some part of your business. ഓക്കെ, അതിൽ ഒരു സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതൊരു ലെഗസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ അസോസിയേഷൻസ് ഫോം ചെയ്യണം, അല്ലെങ്കിൽ അതിന് നമ്മളെ സഹായിക്കുന്നതായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കണം. ഇപ്പൊ എല്ലാ ദിവസവും ഇറ്റ് കെൻ ബി ഈദർ റീഡിങ് ഓൺ വാട്ട് കെൻ ബി ഡൺ. ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിനെക്കുറിച്ച് വായിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോണ്ടാക്ട് ചെയ്യേണ്ട ആൾക്കാരെ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസം വിളിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ചെയ്യും എന്നുള്ള രീതിയിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായ കാര്യം. ഓൾസോ നമ്മളെ അതിലേക്ക് അലൈൻ ചെയ്യാത്ത കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇഫ് ഇറ്റ് ഡസന്റ് അലൈൻ വിത്ത് യുവർ ഫണ്ടമെന്റൽ കോർ പ്രിൻസിപ്പിൾ, സേ നോ. ഇറ്റ് കെൻ സോ ഹാപ്പൻ, ഇപ്പം നമ്മുടെ ഒരു പ്രാക്ടീസിലായിക്കോട്ടെ, നമ്മുടെ ഒരു ബിസിനസ്സിലായിക്കോട്ടെ, ഇറ്റ് ഈസ് ഓൾവേസ് ഈസി ടു ലുക്ക് ടുവേർഡ്സ് തിങ്സ് ദാറ്റ് ആർ ഈസിയർ. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി ചെയ്യാം എന്ന് വിചാരിക്കാറുണ്ട് നമ്മൾ പലപ്പോഴും. പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹാബിറ്റ്സ് ഒഴിവാക്കുക, അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി ആദ്യമേ മാറ്റുക. അലൈൻ യുവർ സെൽഫ് വിത്ത് ദോസ് പ്രിൻസിപ്പിൾസ്. നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളിനോട് നമ്മളെ അലൈൻ ചെയ്യുക. അതുപോലെ തന്നെ അങ്ങനെയുള്ള എന്തെങ്കിലും ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് the ease with which you will be able to do it. അതിപ്പം നമ്മുടെ
ഒരു ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഓക്കെ ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഐ വിൽ വർക്ക് ഇറ്റ് ഔട്ട് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു അത് കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ ദാറ്റ് ബിക്കംസ് എ ഹാബിറ്റ് ഓർ എ റിച്വൽ. ഓക്കെ, അങ്ങനെ ഒരു ഹാബിറ്റ് ബിൽഡിങ്ങിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കണം എന്നുള്ളതാണ്. ഇഫ് യു വാണ്ട് ടു ലീവ് ബിഹൈൻഡ് എ ലെഗസി ദാറ്റ്സ് യുവർ ഓൺ. I'll give you a very basic example for this. ഇപ്പോ ഈ നമ്മുടെ ഈ ഒരു സ്കിൽ സ്പ്രിന്റ് എന്ന് പറയുന്ന ഒരു ഇവന്റ് എന്നെ ഒരു 3 മാസം മുമ്പാണ് ഇത് അറിയിക്കുന്നത്. അതിനുശേഷം first the president called me, then the past president called me. അപ്പൊ they were following it up thoroughly. അതുപോലെ and also every Sunday for JCI Triprayar ഉള്ള പലരെ സംബന്ധിച്ചിടത്തോളം it became a habit, it became a ritual that you spend an hour attending the training. അപ്പോ അടുത്ത ആഴ്ചയും 11 മണിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി okay, സ്കിൽ സ്പ്രിന്റിന്റെ ഒരു സെഷൻ ഉണ്ട്, I'm going to attend the same. അതുപോലെ you build those set of principles, back it up with your actions so that it becomes a habit. And ഞാനിപ്പോ ഈ ഒരു വർഷം തീർന്ന അടുത്തൊരു വർഷത്തിന്റെ തുടക്കമായതുകൊണ്ടാണ് പിന്നെയും ആ ഒരു കാര്യത്തിൽ ഞാൻ ഊന്നൽ കൊടുക്കുന്നത്. അതായത് യു ഹാവ് ടു ലിസ്റ്റ് ഔട്ട് തിങ്സ് ദാറ്റ് യു കെൻ ഗെറ്റ് ഡൺ നെക്സ്റ്റ് ഇയർ. ഓക്കെ, ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. ലെഗസി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്താണെന്ന് ഉറപ്പിച്ച് അതിന് മുകളിൽ നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹെറിറ്റേജ് അല്ലെങ്കിൽ നമ്മുടെ ലെഗസി എന്ന് പറയുന്നത്. I'll move on to the last segment of today's session. Give me a minute. Yeah. This is first point is very important. Long after our achievements fade, our values continue to speak, which is so much true. ഇപ്പോ people, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, people may not remember us for our success, but they'll definitely remember us for the standards we had, the way we treated them, the way we made them feel. മായ ആഞ്ചലോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരിയുണ്ട്. അവര് പറയുന്ന ഒരു കാര്യമാണ്, people will forget what you said, people will forget what you did, but they will never forget how you made them feel. അപ്പം when you create a value oriented legacy, it is important that you hold on to your set of principles. Okay, ഞാൻ കോംപ്രമൈസ് ചെയ്യത്തില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പ്രിൻസിപ്പിൾസിനോട് ഹോൾഡ് ഓൺ ചെയ്യുക, അത് ഐഡന്റിഫൈ ചെയ്യുക, അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പിക്കുക, അതിന് മേളില് ആക്ഷൻസ് കൊണ്ടുവരിക. ഇപ്പൊ നമുക്ക് എപ്പോഴും ട്രെയിനിങ്സിലെല്ലാം സംഭവിക്കുന്നതാണ്, നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പം വണ്ടർഫുൾ അങ്ങനെ ചെയ്താൽ എല്ലാം ശരിയാവും, നമ്മൾ ഇങ്ങനെ നോട്ട് ഡൗൺ ചെയ്യും. പക്ഷെ പിന്നീട് ഇതിലൊന്നും ഉണ്ടാവില്ല once the session is done. So that is why it is important that you identify what are your core principles, then you make a workable plan so that you can leave behind a legacy. And like I said before, legacy is built every day. Rome is not built in a day എന്ന് പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസുമായിട്ട് നമ്മൾ അലൈൻ ചെയ്ത് അതിനുവേണ്ടി നമുക്ക് ഓരോ ദിവസവും ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് കണ്ടുപിടിച്ച് അത് സ്ഥിരം ചെയ്യുക. റിപ്പിറ്റിഷൻ ഇസ് ദ കീ ടു ക്രിയേറ്റ് ദ ലെഗസി. കൺസിസ്റ്റൻസി ഇസ് ദ കീ ടു ക്രിയേറ്റ് ദ ലെഗസി. ഇപ്പൊ ഫോർ വിരാട് കോഹ്ലിയുടെ ഉദാഹരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, you know that ഇന്റർവ്യൂസ്, അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഹി ഈറ്റ്സ് ഫുഡ് മോസ്റ്റ്ലി ബോയിൽഡ് ആൻഡ് സ്റ്റീംഡ് എന്നാ പറയുന്നത്. പുള്ളി കൂടുതൽ, കാരണം അത്രയും പോലും അദ്ദേഹത്തിന്റെ ഫിറ്റ്നസിൽ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്, എവ്രിഡേ റിച്വൽസിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്, എവ്രിഡേ ഹാബിറ്റ്സിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്. ബിക്കോസ് വെൻ യു പ്ലേ ഫോർ ദ നേഷൻ, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി, ഇറ്റ് ഈസ് അപ്പോൺ യു ടു ഗിവ് യുവർ ബെസ്റ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ കേപ്പബിലിറ്റി അലൈൻ ചെയ്ത് നമ്മൾ ഒരു പ്രിൻസിപ്പിൾ സെറ്റ് ചെയ്യുമ്പോൾ everyday actionലൂടെ you have to be consistent. And also coming to the last aspect, it is legacy എന്ന് പറയുന്നത് നമ്മളൊരു ഭയങ്കര പെർഫോമേറ്റീവ് ആക്ട് അല്ല. നമ്മുടെ ഇത് കഴിഞ്ഞ് തീരും, നമ്മുടെ ഒരു പെർഫോമൻസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ഒരു പെർഫോമൻസിനെ ബേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഒരു ദിവസത്തെ ഒരു പെർഫോമൻസ് അല്ല. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. ഓക്കെ,
you cannot leave behind a legacy just because you had an idea. You have to sit down. ഇപ്പൊ അടുത്ത വർഷം തുടങ്ങുന്നതിന് മുമ്പ് ടേക്ക് ഔട്ട് എ പേപ്പർ, ലിസ്റ്റ് ഡൗൺ. ഇപ്പം എനിക്ക് ഓൾറെഡി കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങൾ പറഞ്ഞു, പ്രൊഫഷണലിസം അല്ലെങ്കിൽ എത്തിക്സ് അല്ലെങ്കിൽ വർക്ക് എഫിഷ്യൻസി, ഇതെല്ലാം പറഞ്ഞു. അപ്പൊ ഇത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ദറ്റ് ഐ വോണ്ട് ടു ലിവ് ബൈ എന്ന് തീരുമാനിക്കുക. വാട്ട് ആർ ദി ആക്ഷൻ പോയിന്റ്സ് ദറ്റ് ഐ വിൽ ബി ഡൂയിങ്. ആക്ഷൻ പോയിന്റ്സ് ചെയ്യുമ്പം ഒരു വർഷത്തേക്ക് വാട്ട് ആർ ദ 3 things that I'll be doing, out of which one thing that I'll anyway do, അങ്ങനെയുള്ള ഒരു കാര്യം എന്താണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ആൻഡ് every day do something consistently. Every day do something consistently. Once you do that, ഈ ലെഗസിയെ കുറിച്ച് പിന്നെ നിങ്ങൾ വറി ചെയ്യേണ്ട കാര്യമില്ല, because it will automatically follow. ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ്. ഇപ്പൊ സ്ഥിരം അത് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളുടെ ഒരു എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതനുസരിച്ചിട്ട് വേണം നമ്മുടെ ഒരു ആക്ഷൻ പ്ലാൻ റെഡിയാക്കാൻ. ആക്ഷൻ പ്ലാൻ റെഡിയാക്കുമ്പം നമുക്കൊരു ഇച്ചിരി ഫ്ലെക്സിബിലിറ്റി കൊടുക്കണം. കാരണം പലപ്പോഴും നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല, പിന്നെ നമുക്ക് വിഷമാണ്, സങ്കടമാണ്, പിന്നെ വിൽ നോട്ട് ഡു ഇറ്റ്. അപ്പൊ അത് ഒഴിവാക്കി നമുക്ക് ഇച്ചിരി ഫ്ലെക്സിബിൾ ആയിട്ട് ഓക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് തീരുമാനിച്ച് അതിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദെൻ യു വിൽ ബി ഏബിൾ ടു ലീവ് ബിഹൈൻഡ് എ ലെഗസി, ഹെറിറ്റേജ് ബ്ലൂ പ്രിന്റ് ദാറ്റ് ഇസ് ട്രൂലി യുവർ ഓൺ. So that's about it. I know I've been rushing a little bit in between, പക്ഷേ that's about it. This is what I want to leave you with. ഒരേ ഒരു തോട്ടേ ഉള്ളൂ, നമ്മുടെ പ്രിൻസിപ്പിൾസ് ഐഡന്റിഫൈ ചെയ്യുക, അതിന് വേണ്ട ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുക, ആൻഡ് ഓൾസോ ദ ലെഗസി വിൽ ദെൻ ഫോളോ യു. ആക്ഷൻ പ്ലാൻ ആണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബിക്കോസ് ഐഡിയാസ് ഇറ്റ് കീപ് കമ്മിങ് ആൻഡ് ഗോയിങ്. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ആൻഡ് മേക്ക് എ വർക്കബിൾ പ്ലാൻ അടുത്ത വർഷത്തേക്ക്. അപ്പോൾ അടുത്ത വർഷം കഴിയുമ്പം again rework on these and build something new the coming year. But this is how you can build a long-lasting heritage and a long-lasting legacy of your own. With that, I conclude. Also, I would want to thank some of the coordinators here who have reached out to me. President Sitesh sir, also Anjali. അഞ്ജലി മനോജേട്ടന്റെ മകളാണെന്നുള്ളത് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനോജേട്ടൻ is a dear friend of mine. Also, the zone president who put in a good word for me, Jason sir. All of you have been truly amazing. Again, പ്രസിഡന്റിനോടും LGBയോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ലീവ് ബിഹൈൻഡ് ചെയ്യാൻ പോകുന്ന ലെഗസികളിൽ ഒന്നാണ് സ്കിൽ സ്പ്രിന്റ്. ഇനി വരാൻ പോകുന്നവർക്കും എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ അത് ചെയ്തത് കൊണ്ട്, ചെയ്തു എന്ന് മാത്രമല്ല, ചെയ്ത് ഒപ്പിക്കുകയല്ല ചെയ്തത്, യു ഡിഡ് തറോ ഫോളോ അപ്സ്. Also, this is being uploaded to your YouTube channel, which is wonderful. ഇപ്പോൾ വളരെ കാറ്റഗോറിക്കലി ആരാണ് എന്താണ് സെഷൻ എന്താണെന്നൊക്കെ നെയിം ചെയ്ത് നിങ്ങൾ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, and you keeping it, which is wonderful. So thank you for your time, and I would open the stage for questions of any. Sitish, let me have asked a question. How to hold on to your beliefs in tough times if you are not achieving success even after years of toiling, but deep down you know that you are following the correct path? Yeah, that's a beautiful question. കാരണം പലപ്പോഴും സംഭവിക്കുന്നതാണ്, നമ്മൾ ആരും എന്താ പ്രിൻസിപ്പിൾസ് കോംപ്രമൈസ് ചെയ്യണമെന്ന് വെച്ചിട്ടല്ല ഒന്നും ചെയ്യുന്നത്. പക്ഷെ കുറെ നാൾ നമ്മൾ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ യു ഫീൽ ലൈക്ക് ഞാൻ എൻ്റെ ഇങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ് ഇച്ചിരി കോംപ്രമൈസ് ചെയ്യുവാണെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു അച്ചീവ് ഈസിയർ സക്സസ്. വെരി കോമൺ, ആൻഡ് വി ആർ ഓൺലി ഹ്യൂമൻ ടു തിങ്ക് ദാറ്റ് വേ. പക്ഷെ ഐ വുഡ് സേ ദറ്റ് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ കോ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ വന്നാലും അത് വിട്ട് കളയരുത് എന്നുള്ളതാണ്, ഈവൻ ദോ ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്. പക്ഷേ വാട്ട് യു കെൻ ഡു ഇസ് ദർ എ വേ അറൌണ്ട് ഇറ്റ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻ്റെ പ്രൊഫഷണലിസം ഞാൻ ഒരു കാരണവശാലും, ഫോർ എക്സാമ്പിൾ ഒരു വളരെ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിഗ്നേച്ചറിന് വളരെ വിലയുള്ള ഒരു സാധനമാണ്.
ഇപ്പം ജസ്റ്റ് ഇപ്പം നമ്മുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കാം, അവരുടെ വാല്യുവേഷൻ ഒക്കെ കഴിഞ്ഞ് ഒന്ന് സൈൻ ചെയ്ത് തരാൻ പറയുമ്പോൾ നമ്മൾ ഒരു വിമിഷ്ടത്തോടെ കൂടെ ആണെങ്കിൽ പോലും ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷെ അതിലൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ എല്ലാ ഹെൽപ്പും ചെയ്തു തരാം, ബട്ട് ഇന്ന ഡോക്യുമെന്റ്സും കൂടെ വേണം, ഇന്ന കാര്യങ്ങളും കൂടെ ക്രോസ് ചെക്ക് ചെയ്യാനുണ്ട്, അത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ദ സെയിം ഇൻ യുവർ എവറിഡേ ലൈഫ്, ഇൻ എനി അതർ എക്സാമ്പിൾ. ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയേക്കാം. അപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുമ്പോൾ how you should have the grace to know that if you don't have the standard, if you compromise on this, even though you may have an easier standard, there is always a chance that this will backfire. അപ്പോൾ എന്തെങ്കിലും അൾട്ടിമേറ്റ്ലി എന്തെങ്കിലും ആക്ഷൻ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് നമുക്ക് ആ സക്സസ് നമ്മുടെ പ്രിൻസിപ്പിളിൽ നിന്നുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, is there a way around എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. ഉണ്ടെങ്കിൽ go ahead and do it. But ultimately the core principle you shouldn't sacrifice on. Yeah. Hi. Hi. Ashwathi, Suraj Velayil, past president ആണ് JCI Triprayar. Hi. മിഡിലായിരുന്നു ജോയിൻ ചെയ്തിരുന്നത്, ബട്ട് വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരു ഷോർട്ട് നോട്ടീസിൽ ഇത്രയും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തതിൽ വളരെ താങ്ക് യു. ഷോർട്ട് നോട്ടീസ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. ഒരു 3 months മുമ്പേ I got the notice and then they followed it up beautifully well. ഉദ്ദേശിച്ചത് ഇത്രയും കുറവ് ടൈമില് ഇത്രയും നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തതിൽ വളരെ നന്നായി എന്ന് പറഞ്ഞതാ. Thank you so much. Thank you. ഞാൻ പ്രസിഡന്റ് കൃഷ്ണനെയും സിദ്ധേഷ് ചേട്ടനെയും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഈ ഒരു നാറ്റ്കോൺ വേദിയിൽ വെച്ചിട്ട് ഇത്രയും നല്ല രീതിക്ക് ഹോസ്റ്റ് ചെയ്യാണ് നിങ്ങൾ. ഇത് ഫസ്റ്റ് ടൈമാണ് JCI Triprayarൽ ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ സോ ഹാപ്പി ആൻഡ് പ്രൗഡ്. പിന്നെ അശ്വതി മാം, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ സെഷൻ. വളരെ നന്നായിരുന്നു, നല്ല ഇൻസ്പയറിംഗ് സെഷൻ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. സോ താങ്ക് യു സോ മച്ച്. ഇടയ്ക്ക് പൂർവി had asked if I could അതിന്റെ റീക്യാപ്പ് ഒന്ന് ഇംഗ്ലീഷിൽ പറയാമെന്ന് ചോദിച്ചിരുന്നു. She had asked if I could give the recap in English, but I hope I was able to do that. Hello, ma'am. Yeah, hi. Yeah, how are you? I'm good. How are you? Yeah, actually, the session was really great. I was just been there since the beginning. Actually, some of the things you were giving some examples, but the language was different. So, as I'm from the zone 8, so that minor barrier was there. Rest of you have given so well. So, I just need some key points that by the end, like takeaways I can keep with me. So basically, first of all, identify what are the principles that you will never compromise on. That's the first thing. Okay, list out those things. These are things I would, come whatever it may, I will not compromise on. Identify those areas. Then you create an action plan for the same. And what I was saying is that because it is a year end and we are starting with the next year, what I was telling you was that list out 3 important things that you want to change next year. And out of the 3, identify that one most important thing that by the end of 2026 you will anyway do. Okay, and include certain acts in your everyday schedule which would bring you closer to that one goal. It can be 5 minutes, it can be 10 minutes, but do it every day. You should have that habit. It should become some sort of a ritual for you. So at least one thing that you would do every day, include that in your include that every day and give it an assigned time. I'm not saying you will do it from 9 to 10. I'm not saying that you should assign it like that, but make sure that you say you will schedule it in a way that after coming back from office, I'll do it before I sleep. Okay, so that it is comfortable and you'll be able to do that. And another thing that I shared was that never take 2 days off. One day, if you feel like, okay, you have some other commitments and you break that habit, that's fine. But don't do it together for 2 days. Today and tomorrow, you shouldn't break that habit. Then on the 3rd day, it becomes a little difficult. That's what I said. I hope I was able to. Okay, yeah, it was very clear. And that the before sleep habit was so beautiful, because every night we are going to bed. So it is very easy that before the sleep, we can keep the things even for 5 or 10 minutes and we can do it.
And I have the habit that whatever I do before the sleep, like sometimes I have to make the notes, sometimes I have to prepare something the next day planning. So even in a sleep, I used to have the dream that, oh, I'm doing that on a proper way. So that was there. Yeah. Thank you so much, ma'am. Yeah. All right. I have attached a feedback form as well as our Skillspin WhatsApp group in the chat. Please do join our WhatsApp group for latest updates. As we conclude today's session on the Heritage Blueprint, building a legacy from your beliefs, let us remember that legacy is not created at the end of our journey. It is built every day through our choices and actions. Let us strive to move forward not just as achievers, but as individuals who leave a positive imprint on people and communities. As we reach our final 50th Skillsprint session journey, it is truly a moment of pride and gratitude. To mark this milestone, we would like to present a short video that reflects the learning, growth, and collective effort behind these impactful sessions. In 2025, JCI Triprayar dared to dream of 365 days of continuous learning and turned that dream into Skill Sprint 2025. Learn, grow, empower. Every Sunday at 11 a.m., screens lit up across the world as international, national, and zone-level trainers unlocked new possibilities, from career reinvention and AI for growth to parenting, cybersecurity, wellness, and finance. Session after session, flyers became gateways, Zoom windows became classrooms, and 50 powerful topics became stepping stones for over 500 passionate participants. Together, a global network of learners and leaders emerged, asking better questions, building better careers, and creating better communities. To every trainer, organizer, and participant who made Skill Sprint 2025 possible, thank you. The sprint may end, but the journey to learn, grow, and empower has only just begun. This journey would not have been possible without the dedication of our trainers and the active participation of each one of you. Your consistent presence and willingness to learn have made Skillsprint a meaningful and successful initiative throughout 2025. Thank you for walking this journey with us and helping us complete 50 powerful learning sessions. At this moment, I would like to share a special message sent by our 2026 Zone President, JCI Center, Jason Arigan. ഹായ് ഓൾ JCI Triprayar ഓർഗനൈസ് ചെയ്ത സ്കിൽ സ്പ്രിന്റിന്റെ അവസാനത്തെ സെഷനും കഴിഞ്ഞിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് 50 സെഷൻ ത്രൂ ഔട്ട് ഒരു ഇയർ നടത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് ഏറ്റവും മനോഹരമായി സംഘടിപ്പിച്ച് വിജയിപ്പിച്ച JCI Triprayarന് ഏറ്റവും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇന്ന് ഈ സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. ഇനി എന്ത്? സ്കിൽ സ്പ്രിന്റ് 2.0 മൈ ഫ്രണ്ട്സ്, അത് JCI ഇന്ത്യ സോൺ 20യും JCI Triprayarും കൂടെ ചേർന്നുകൊണ്ട് 2026 സ്കിൽ സ്പ്രിന്റ് 2.0 എന്ന പ്രോഗ്രാം വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. Stay tuned. We sincerely thank our Zone President for that inspiring message. And now, on behalf of JCI Triprayar and Zone 20, we are happy to unveil the first very look of our Skill Sprint 2.0 logo to our dear participants. Skillsprint 2.0 is possible because of your active participation. Heartfelt thank you to leaders of Zone 20 and 2026 team led by JC's GFCA Sitesh Shashidharan for carrying this vision forward and strengthening it further in the year 2026. As we formally conclude our final session for this year, I now warmly invite President-elect 2026 of JCI Triprayar, JC at GFCA Sitesh Shashidharan to deliver the vote of thanks. Hello everyone. It is a pleasure to be joining you all live from JCI 2025 NatCon from Chennai. Today is not just the end of a session, today is the completion of a promise. With session number 50, Skill Sprint 2025 comes to a close. A year-long journey of learning, discipline, and belief. When we started this initiative, it was just an idea. Can we show up every week? Can we stay consistent? Can we deliver value without compromise? And today, standing here, the answer is yes, we did it. This journey would never have been possible without our speakers, who trusted JCI Triprayar, gave their time, energy, and wisdom, and showed up week after week to make learning meaningful. From national trainers to emerging voices, each speaker added a unique color to Skill Sprint.
A special mention to JCI Senator Advocate ASWATHY ROY, whose session touched hearts, sparked reflection, and reminded us that learning is also about emotion, empathy, and inner strength. To every speaker who stood on this platform, you didn't just conduct sessions, you shaped mindsets, inspired action, and left lasting impressions. Behind the scenes, this initiative demanded planning, coordination, follow-ups, reminders, tech support, posters, calls, and countless quiet efforts that no one sees. To JCI Triprayar leadership team, led brilliantly by President 2025 JFP Krishna TS, President 2024 JCHGF Anjali Manoj, Secretary Abhishek, Treasurer Ankit, Director Savit Velail, and the entire LGB team of 2025. To every member who supported this journey, your consistency is a real success story of Skill Sprint. Week after week, without excuses, without shortcuts, you proved that JCI Triprayar doesn't start things just to finish them, but to complete them with pride. To the participants, thank you for showing up, listening, engaging, and growing with us. Your presence gave meaning to every session. As we close Skill Sprint 2025, we don't just close a program, we close a chapter of discipline, learning, and collective achievement. On behalf of JCI Triprayar, I express my heartfelt gratitude to all speakers, including JCI Senator Advocate ASWATHY ROY, our leaders, members, and everyone who believed in this journey. Skill Sprint may end today, but the learning, relationships, and impact will continue. Thank you. Thank you, President-elect. Once again, thank you to our trainer Ashwathi ma'am for the valuable insights and to all participants for your active engagement. Let us carry this learning forward and continue building a legacy that truly reflects what we believe in. The learning never stops. See you all next week for Skill Sprint 2.0. Thank you, ma'am, and wishing everyone a happy new year in advance. Thank you. Thank you. Congratulations. Thank you, sir. Thank you.